ാണ്. അതുകൊണ്ട് പ്രായമുള്ളവരുടെ കണ്ണീര് വീഴരുത്. വല്ലാതെ വേദനിച്ച് ഒരു കണ്ണീരും നമ്മുടെ വീട്ടിൽ വീഴാൻ ഇടയാകരുത്. ഇന്ന് രാത്രി അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇസാക്ക് വിളിക്കുക, ഈശോയോട് പറയുന്നുണ്ട്, നീ എനിക്ക് വല്ലം നിറച്ചു താടാ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമ്പം തന്നെ നമ്മുടെ മനുഷ്യന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ ആ മനുഷ്യന്റെ അനുഗ്രഹം. ഇന്ന് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളോടുകൂടുള്ള ഹൃദയം നിറഞ്ഞ അനുഗ്രഹം നിനക്ക് കിട്ടിയോ, നീ രക്ഷപ്പെടും. എവിടെ പോയാലും രക്ഷപ്പെടും, എവിടെ പോയാലും രക്ഷപ്പെടും. നിങ്ങളുടെ അപ്പച്ചൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയ കൊച്ചുമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വല്യപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു കൊച്ചുമോനാണ് ഞാൻ ഒരിക്കലും പറയുന്നത് ഭയങ്കര എന്നെ ജീവിതം പഠിപ്പിച്ചൊരു പാഠം. ഞാനത് ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം മരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അപ്പ കൂടെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അപ്പയുടെ പോക്കറ്റിൽ ഒരു ജുബായും, എൻ്റെ അപ്പൻ ഒരു സീനിയർ പാസ്റ്ററായിരുന്നു, ദേശം പാസ്റ്ററൊക്കെ ചോദിച്ചാൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു സീനിയർ പാസ്റ്ററാണ്, ജമൻ പാസ്റ്ററൊക്കെ അറിയാം. അപ്പോൾ അപ്പ സാധാരണ എല്ലാവരും ബഹുമാനിക്കുന്ന കാര്യമാണ്. അപ്പ ജുബായ എടുത്തുള്ളൂ, രച്ചതല്ല. അതിനകത്ത് ഈ പപ്പയുടെ ഒരു പെട്ടെന്ന് ഓർക്കാൻ ജുബായുടെ ഒരു പോക്കറ്റ് ഒരു പേഴ്സ്. എൻ്റെ പൊന്നെ, ആ പേഴ്സിൽ എപ്പോഴും 1,00,000 രൂപയെ കുറയത്തില്ല. അത് എവിടെ വെക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ അതിനകത്ത് പൈസ കാണും. പൈസ എടുത്തോ പൈസ എന്നറിയാം, അക്ഷയപാത്രം എന്നൊക്കെ പറയുന്നവർ. അപ്പം നിവർത്തികേടെന്നൊക്കെ അപ്പോഴും 500 രൂപ ചോദിച്ചാൽ അപ്പോൾ പറയും അവിടെ പൈസ തരാം. പക്ഷെ ഒരു കാര്യം, ഇതെങ്ങനെ നിറഞ്ഞിരിക്കുന്നോട് അറിയണം. നിന്റെ ഒന്നും പോക്കറ്റിൽ പൈസ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ പോക്കറ്റിൽ പൈസ എന്തുകൊണ്ടാണ്? അപ്പ പറഞ്ഞു. അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ആ സമയത്ത് അപ്പയുടെ PF കിട്ടി. ആ PF കിട്ടിയ മുഴുവൻ പൈസയും ഒരു പുരുഷായുസിന്റെ അധ്വാനം. അന്നത്തെ കാലത്ത് 30,000 അതെനിക്കറിയില്ല ആ തുക, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. 68 എങ്ങാണ്ട് സംഭവം, അല്ല 74-75 എങ്ങാണ്ട് സംഭവം. എനിവേ ആ പൈസ മുഴുവൻ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കൈ കൊടുത്തിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരിടത്ത് പോകണം, മൂത്ത പെങ്ങടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പ പോകാൻ നിൽക്കുക. അപ്പം അപ്പച്ചൻ ചോദിച്ചു, ഇവനെന്താണ് ഈ പോകാൻ നിൽക്കുന്നതിൻ്റെ? അമ്മയോട് ചോദിച്ചു, നേരത്തെ പോകാൻ പറ. അപ്പം അമ്മ പറഞ്ഞു, പോകാത്തതിനൊരു കാരണമുണ്ട്, അപ്പയുടെ കൈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകാഞ്ഞ്. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, ഇത് തന്നെടാ ഇവൻ്റെ പൈസ ഇല്ല, ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് വന്നവൻ്റെ 10 പൈസ ഇല്ലായി, എന്തിടാ പൈസയില്ലേ? അണ്ണ അപ്പ പറഞ്ഞു, ഇല്ല ചായ, അതെന്നാ പൈസ മുഴുവൻ ഞാൻ അപ്പച്ചൻ്റെ തന്നിട്ടാണ് കിടന്നത്, അതുകൊണ്ട് ഇനി എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ്റെ ചങ്ക് പൊട്ടി. അപ്പച്ചൻ വെല്ലുവായി കരഞ്ഞിട്ട് ഒരു പേഴ്സ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഇതിനകത്തൊന്നും പൈസ കുറയത്തില്ലെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. ആ പേഴ്സിൽ ജീവകാലത്ത് പൈസ കുറഞ്ഞിട്ടില്ല. അതിനകത്ത് പൈസയായിരുന്നു, എപ്പോഴും പൈസയായിരുന്നു. ആൾക്കാരെ പറയില്ല, അറിയാവുന്നതൊക്കെ ചോദിച്ചു. അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു. തീർന്നാൽ അന്ന് വരും. സന്ധ്യയ്ക്ക് 7 മണിക്ക് അത് തീർത്താൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പേഴ്സ് നിറഞ്ഞിട്ട് കിടക്കത്തുള്ളായിരുന്നു. അതായിരുന്നു അപ്പയുടെ ചരിത്രം. അപ്പം മരിക്കാൻ നേരത്ത് ഐസി കയറിയപ്പോൾ ഈ പേഴ്സ് ഞാൻ എടുത്ത് തീർത്ത് കയറ്റി. നമ്മുടെ ഈ വന്നാൽ പിന്നെ എങ്ങനെ തീരുമെന്ന് ഓർത്താണ്. തീർന്നു, പിന്നെ പൈസയൊന്നും ഇല്ലായിരിക്കുക. അപ്പൊ ഈ പപ്പ തെക്കൻ നാട്ടിലെ പാഷായിരുന്നു. അവിടുന്ന് 2 ബസ് ആൾക്കാർ കാണാൻ വന്നു. പാഷ ഷിബു മാത്യുവിന്റെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ പിള്ളേരാണ്. അവരെല്ലാം അവിടെ വന്ന് അപ്പച്ചനെ കാണാൻ വന്നപ്പോൾ അപ്പ ICU കയറി. ഇവര് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നത് വരുമെന്ന്. അപ്പൊ ഇവർക്കുള്ള ഫുഡും എല്ലാം ക്രമീകരിച്ച് വെച്ചേക്കുക. പക്ഷെ ഇവര് വന്നപ്പോഴത്തേന് ICUലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പൾസ് കുറയാണ്, ഇനി ഇറക്കാൻ ഒക്കത്തില്ല. അപ്പൊ എൻ്റെ ഭാര്യ എന്ന് ഡോക്ടറോട് സംസാരിച്ച് പറഞ്ഞു, ഡോക്ടറെ ഇറക്കണം, അപ്പയുടെ ആഗ്രഹമാണ് അവരെ കാണണം. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറക്കാം. ഓക്കെ, ഞങ്ങൾ എഴുതി വെച്ചു, ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറക്കുന്നു. അങ്ങനെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് ഒരു വീൽ ചെയറെ കൊണ്ടുവന്ന് ഈ ICUവിന് പുറത്ത് മുറ്റത്ത് കൊണ്ടുവന്ന്, ആശുപത്രി മുറ്റത്ത് ഒരു ഭയങ്കര സംഭവം. ആശുപത്രി മുറ്റത്ത് 10-75 പേരും കൂടെ ചുറ്റും നിന്ന് പെട്ടെന്ന് ദൈവദാസം പാടാൻ തുടങ്ങി, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ. അതൊരു ആരാധനയായിട്ട് മാറി. ആശുപത്രിക്കാരെല്ലാം നോക്കി നിൽക്കുക. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ചെന്ന് ഈ അപ്പച്ചനെടുക്ക പ്രാർത്ഥിച്ചു. എല്ലാവരും കൊണ്ടുവന്ന് കാണിക്ക കൊടുത്തു. കാണിക്ക എല്ലാം മേടിച്ച് ഈ പേഴ്സ് ഈ പോക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ICU തിരിച്ചു കയറി. രാത്രി 1 മണി ആയപ്പോൾ എൻ്റെ ഭാര്യ കയറിയിട്ട് ചോദിച്ചു, പപ്പേ ആ പൈസ എന്തിനാ പൈസ എടുത്തോട്ടെ? വേണ്ടടി, അതേ എൻ്റെ പോക്കറ്റ് ഇരിക്കട്ടെ, നിങ്ങൾ പൊക്കോളം പറഞ്ഞു. നേരം വെളുത്ത് എൻ്റെ അപ്പം മരിക്കുമ്പോൾ ഞാൻ അടുത്ത് ഇപ്പുണ്ട്, തപ്പിത്തൂത്തു. അപ്പം മരിക്കുകയല്ലേ, തൂത്തപ്പം ഈ പോക്കറ്റിൽ കൈ തടഞ്ഞു. അപ്പം മരിച്ചു. ഞാൻ ഈ പൈസ എടുത്ത് പോക്കറ്റ് വെച്ചു. എന്നിട്ട് മോർച്ചറി കൊണ്ട് ബോഡി വെച്ചു. ഓഫീസിൽ വന്ന് ചോദിച്ചു, എത്ര രൂപയായി ബില്ല്? അവർ പറഞ്ഞു 12,000 രൂപയായെന്ന് പറഞ്ഞു. ഞാൻ ഈ പോക്കറ്റിലെ പൈസ എണ്ണി നോക്കിയപ്പോൾ കൃത്യം ഓഫീസ് ബില്ല് അടയ്ക്കാനുള്ള പൈസ, കൃത്യം പൈസ. 1 രൂപ കൂടുതലുമില്ല, 1 രൂപ കുറവില്ല. അപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, അപ്പൻ്റെ അനുഗ്രഹമാണ്. നിന്റെ ജീവകാലത്ത് നിന്റെ പേഴ്സിൽ നിന്ന് പൈസ പോകത്തില്ല. ഓഫീസിൽ അടയ്ക്കാനുള്ള പൈസ വരെ പോക്കറ്റ് ഇട്ടിട്ട് ICU കിടന്ന് മരിക്കുക. അപ്പൻ്റെ അനുഗ്രഹം. ഇന്ന് രാത്രി ചോദിച്ചോട്ടെ,
ഹൃദയം നിറഞ്ഞ് നിന്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. ശാപം മേടിച്ച് കെട്ടല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്ധി ഏറ്റു പറയണേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം, വൃദ്ധരുടെ അനുഗ്രഹം വേണം, പ്രായമുള്ളവരുടെ അനുഗ്രഹം വേണം. നരച്ച തല, ശോഭയുള്ള കിരീട. നിങ്ങൾ ചില പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈ